أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് ഞാൻ ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അനുസ്മരണം ആരംഭിക്കുന്നതാണ്. ഇത് ഏതാനും ആഴ്ചകൾ തുടരുന്നതായിരിക്കും. ഹസ്രത്ത് ഉസ്മാനെ സംബന്ധിച്ച് ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിലെ സമരാർജിത സ്വത്തിൽ അദ്ദേഹത്തെ ഭാഗവാക്കാക്കി. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരായി പ്രഖ്യാപിച്ച 8 സൗഭാഗ്യവാന്മാരായ സഹാബാക്കളിൽ ഇദ്ദേഹവും ഉൾപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പേര് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ബിൻ അബ്ദുൽ ആസ് ബിൻ ഉമയ്യ ബിൻ അബ്ദു ഷംസ് ബിൻ അബ്ദു മനാഫ് ബിൻ കസയ്യിബ് ബിൻ കിലാബ് എന്നായിരുന്നു. ഈ തരത്തിൽ ഇദ്ദേഹത്തിന്റെ വംശാവലി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വംശാവലിയുമായി 5ാമത്തെ പരമ്പരയിൽ അബ്ദു മനാഫുമായി ചേരുന്നുണ്ട്. ഹസ്രത്ത് ഉസ്മാന്റെ മാതാവിന്റെ പേര് അർവാഹ് ബിൻ ഖുറൈസ് എന്നാകുന്നു. ഹസ്രത്ത് ഉസ്മാന്റെ മാതാമഹി ഉമ്മ ഹക്കീം ബൈല ബിൻത് അബ്ദുൽ മുത്തലിബ് ആകുന്നു. ഇവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതാവ് ഹസ്രത്ത് അബ്ദുള്ളയുടെ സ്വന്തം സഹോദരിയായിരുന്നു. ഒരു നിവേദനമനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതാവ് ഹസ്രത്ത് അബ്ദുള്ളയും ഹസ്രത്ത് ഉസ്മാന്റെ മാതാമഹി ഉമ്മ ഹക്കീം ബൈല ബിൻ അബ്ദുൽ മുത്തലിബും ഇരട്ട കുട്ടികളായാണ് ജനിച്ചത്. ഹസ്രത്ത് ഉസ്മാന്റെ മാതാവ് അർവാഹ് ബിൻ ഖുറൈസ് ഹുദൈബിയ സന്ധിക്ക് ശേഷം ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അങ്ങനെ മക്കയിൽ നിന്ന് ഹിജ്റത്ത് ചെയ്ത് മദീനയിൽ വന്നു. തന്റെ മകൻ ഉസ്മാന്റെ ഖിലാഫത്ത് കാലത്ത് മരണമടയും വരെയും മദീനയിൽ തന്നെ താമസിച്ചു. ഹസ്രത്ത് ഉസ്മാന്റെ പിതാവ് ജാഹിലിയ കാലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു. ഹസ്രത്ത് ഉസ്മാന്റെ വിളിപ്പേരിനെ പറ്റി പറയപ്പെടുന്നത്, ജാഹിലിയ കാലത്ത് ഉസ്മാന്റെ വിളിപ്പേര് അബു അമർ എന്നായിരുന്നു. ഹസ്രത്ത് റുഖിയ ബിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള ജനിച്ചപ്പോൾ അതനുസരിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ അബു അബ്ദുള്ള എന്ന പേരിൽ പ്രസിദ്ധമായി. ഇബ്നു ഇസ്ഹാഖിന്റെ നിവേദന പ്രകാരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകൾ ഹസ്രത്ത് റുഖിയയുമായി ഉസ്മാന്റെ വിവാഹം നടത്തിയിരുന്നു. അവർ ബദർ യുദ്ധ സമയത്ത് വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 2ാമത്തെ മകൾ ഹസ്രത്ത് റുഖിയയുടെ സഹോദരി ഉമ്മു കുൽസുമിന്റെ വിവാഹം ഹസ്രത്ത് ഉസ്മാനുമായി നടത്തി. അതുകൊണ്ട് അദ്ദേഹം ദുന്നൂറൈൻ എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങി. മറ്റൊരു നിവേദന പ്രകാരം അദ്ദേഹം ദുന്നൂറൈൻ എന്ന് പറയപ്പെടാൻ കാരണം അദ്ദേഹം എല്ലാ ദിവസവും തഹജ്ജുദിൽ വളരെ കൂടുതൽ വിശുദ്ധ ഖുർആൻ തിലാവത്ത് ചെയ്തിരുന്നു എന്നതാണ്. വിശുദ്ധ ഖുർആനും നൂർ അഥവാ പ്രകാശമാകുന്നു, തഹജ്ജുദും നൂർ ആകുന്നു. അതുകൊണ്ട് ദുന്നൂറൈൻ 2 പ്രകാശമുള്ളവൻ എന്ന പേരിൽ പ്രസിദ്ധനായി. ഇങ്ങനെയും ഒരു നിവേദനമുണ്ട്. ഹസ്രത്ത് ഉസ്മാന്റെ ജനനത്തെ പറ്റിയുള്ള ശരിയായ വീക്ഷണമനുസരിച്ച് ഹസ്രത്ത് ഉസ്മാൻ ഗജവർഷത്തിന് 6 വർഷങ്ങൾക്ക് ശേഷം മക്കയിൽ ഭൂജാതരായി. അദ്ദേഹം തായിഫിലാണ് ജനിച്ചതെന്നും പറയപ്പെടുന്നു. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാളും ഏകദേശം 5 വർഷം ഇളയതായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിനെ സംബന്ധിച്ച് ഇങ്ങനെ പറയപ്പെടുന്നു. ഇത് യസീദ് ബിൻ റൂമാനിൽ നിന്നുള്ള നിവേദനമാണ്. ഒരിക്കൽ ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാനും ഹസ്രത്ത് തൽഹ ബിൻ ഉബൈദുള്ളയും ഹസ്രത്ത് സുബൈർ ബിൻ അവ്വാമിന്റെ പിന്നാലെ പുറപ്പെട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ ഹാജരായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് 2 പേർക്ക് മുന്നിലും ഇസ്ലാമിന്റെ സന്ദേശം സമർപ്പിച്ചു. അവർക്ക് വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കുകയും ഇസ്ലാമിന്റെ കർത്തവ്യങ്ങളെപ്പറ്റി ബോധ്യപ്പെടുത്തുകയും ചെയ്തു.
അള്ളാഹുവിൽ നിന്ന് ലഭ്യമാകാനുള്ള ബഹുമാന ആദരവുകളെപ്പറ്റി വാഗ്ദാനം ചെയ്തു. തുടർന്ന് ഹദ്രത്ത് ഉസ്മാനും ഹദ്രത്ത് തൽഹയും സത്യവിശ്വാസം സ്വീകരിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സത്യപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ഹദ്രത്ത് ഉസ്മാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഈ അടുത്താണ് സിറിയയിൽ നിന്ന് തിരിച്ചെത്തിയത്. ഞങ്ങൾ മാൻ, സർക്ക എന്നീ സ്ഥലങ്ങൾക്കിടയിൽ തമ്പടിച്ചിരുന്നു. മാൻ ജോർദാന് തെക്ക് ഹിജാസിന്റെ അതിർത്തിക്ക് അടുത്തുള്ള നഗരമാകുന്നു. സർക്ക മാൻ എന്ന സ്ഥലത്തിന് അടുത്ത് തന്നെയാണ്. ഏതായാലും പറയുന്നു, ഞങ്ങൾ അവിടെ തമ്പടിക്കുകയും ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ ഒരു വിളിയാൾ ഇങ്ങനെ വിളംബരപ്പെടുത്തുന്നത് കേട്ടു, ഉറങ്ങുന്നവരെ ഉണരുവിൻ, തീർച്ചയായും അഹമ്മദ് മക്കയിൽ വെളിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ തിരിച്ചെത്തിയപ്പോൾ അങ്ങയെപ്പറ്റി കേൾക്കാനിടയായി. ഹദ്രത്ത് ഉസ്മാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാറുൽ അർക്കമിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചവരിൽ പെടുന്നു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് മേൽ അക്രമവും ഉണ്ടായി. മൂസ ബിൻ മുഹമ്മദ് തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പിതൃവൻ ഹക്കം ബിൻ അബുൽ ആസ് ബിൻ ഉമയ്യ അദ്ദേഹത്തെ കയറുകൊണ്ട് ബന്ധനസ്ഥനാക്കി. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ പൂർവ്വ പിതാക്കളുടെ മതത്തെ ഒഴിവാക്കി പുതിയ മതം സ്വീകരിച്ചിരിക്കുന്നു. അള്ളാഹുവാണെ, നീ നിന്റെ പുതിയ മതം ഉപേക്ഷിക്കാത്തിടത്തോളം ഞാൻ ഒരിക്കലും നിന്നെ കെട്ടഴിച്ച് തരുന്നതല്ല. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു, അള്ളാഹുവാണെ, ഞാൻ അതൊരിക്കലും ഉപേക്ഷിക്കുകയോ അതിൽ നിന്ന് അകലുകയോ ചെയ്യുന്നതല്ല. ഹക്കം അദ്ദേഹത്തിന്റെ ദീനിലുള്ള സ്ഥൈര്യം കണ്ടപ്പോൾ അദ്ദേഹത്തെ വിട്ടയക്കാൻ നിർബന്ധിതനായി. ഹസ്രത്ത് റുക്കയുമായുള്ള അദ്ദേഹത്തിന്റെ വിവാഹത്തെ സംബന്ധിച്ച് നിവേദനത്തിൽ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നുബുവത്ത് വാദത്തിനു മുമ്പ് ഹസ്രത്ത് റുക്കയുടെ വിവാഹബന്ധം അബൂ ലഹബിന്റെ മകൻ ഉത്ബയുമായും അവരുടെ സഹോദരി ഉമ്മുൽ കുൽസുമിന്റെ വിവാഹം ഉത്ബയുടെ സഹോദരൻ അത്തീബുമായും നടന്നിരുന്നു. എന്നാൽ സൂറത്തുൽ മസദ്, അതായത് സൂറത്തുൽ ലഹബ് അവതരിച്ചപ്പോൾ അവരുടെ പിതാവ് അബൂ ലഹബ് അവരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പെൺമക്കളെ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല. ഈ ബന്ധം വിച്ഛേദിക്കുക. അപ്പോൾ അവർ രണ്ടുപേരും വീടുകൂടൽ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ രണ്ട് സഹോദരിമാർക്കും തലാക്ക് നൽകി. തുടർന്ന് ഹദ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ മക്കയിൽ വെച്ച് തന്നെ ഹദ്രത്ത് റുക്കയെ വിവാഹം കഴിക്കുകയും അവരെയും കൂട്ടി ഹബശയിലേക്ക് ഹിജ്റത്ത് പോവുകയുമുണ്ടായി. ഹദ്രത്ത് റുക്കയെയും ഹദ്രത്ത് ഉസ്മാനും സൗന്ദര്യത്തിൽ അനുപമരായിരുന്നു. അതുകൊണ്ട് തന്നെ ഔസനു സൗജൈനി റാഹുമ ഇൻസാനു റുഖിയത്തിൻ സൗജഹ ഉസ്മാൻ, അതായത് ഏറ്റവും സൗന്ദര്യമുള്ള ഇണകളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഹസ്രത്ത് റുഖിയയും അവരുടെ ഭർത്താവ് ഹസ്രത്ത് ഉസ്മാനുമാകുന്നു എന്ന് പറയപ്പെടുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഉസ്മാൻ ഖുറൈശിയിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകളുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകളുടെ വീട്ടിൽ ആഗതരായി. അപ്പോൾ അവർ ഹസ്രത്ത് ഉസ്മാന്റെ തല കഴുകി കൊടുക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ, അബൂ അബ്ദുള്ളയോട് നല്ല നിലയിൽ വർത്തിക്കുക. തീർച്ചയായും ഇദ്ദേഹം എന്റെ സഹാബാക്കളിൽ സൽസ്വഭാവത്തിൽ ഞാനുമായി ഏറ്റവും അധികം സദൃശ്യമുള്ള ആളാകുന്നു. ഇബ്നു ഇസാഖ് ഹിജ്റത്തിനെ സംബന്ധിച്ച് പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ പരീക്ഷണത്തിലാണെന്ന് കണ്ടു. അതേസമയം അള്ളാഹുവിന്റെ പക്കൽ ഉണ്ടായിരുന്ന സ്ഥാനവും പദവിയും കൊണ്ടും പിതൃവേൻ അബൂ താലിബ് കാരണവും നബീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനത്തിലായിരുന്നു. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനത്തിലായിരുന്നു. എന്നാൽ സഹാബാക്കൾ അകപ്പെട്ടിരുന്ന പ്രയാസങ്ങൾ തടയാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശക്തിയും കഴിവും ഇല്ലായിരുന്നു. സ്വയം ഏറെക്കുറെ സമാധാനത്തിൽ ആയിരുന്നു. അതേസമയം സഹാബാക്കൾക്ക് മേലുണ്ടായിരുന്ന അക്രമങ്ങൾ തടയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ ഹബശയിലേക്ക് പോകുക. അവിടെ ഒരു രാജാവുണ്ട്. അദ്ദേഹത്തിന്റെ നാട്ടിൽ ആരോടും അക്രമം ചെയ്യപ്പെടുന്നില്ല. അത് സത്യത്തിന്റെ ഭൂമികയാകുന്നു. അങ്ങനെ അള്ളാഹു നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതാണ്. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കൾ ഫിത്നയുടെ ഭയം കാരണം തങ്ങളുടെ ദീൻ മുഖേന അള്ളാഹുവിലേക്ക് ഓടുന്നതിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ നിന്നും ഹബശയുടെ മണ്ണിലേക്ക് യാത്ര തിരിച്ചു. ഇത് ഇസ്ലാമിൽ ഉണ്ടായ ആദ്യത്തെ ഹിജ്റത്ത് അഥവാ പലായനമാകുന്നു. ഹബശയിലേക്കുള്ള പലായനത്തിൽ ഹദ്രത്ത് ഉസ്മാൻ തന്റെ ഭാര്യ ഹദ്രത്ത് റുഖിയ ബിൻത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൂടെ കൂട്ടിയിരുന്നു. ഹദ്രത്ത് അനസ് നിവേദനം ചെയ്യുന്നു, ഹദ്രത്ത് ഉസ്മാൻ ഹബശയിലേക്ക് ഹിജ്റത്ത് പുറപ്പെട്ടപ്പോൾ ഹദ്രത്ത് റുഖിയ ബിൻത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും കൂടെ ഉണ്ടായിരുന്നു.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് അവരെക്കുറിച്ചുള്ള വാർത്തകൾ അറിയാൻ കാലവിളംബമുണ്ടായി. അവർ ഹിജ്റത്ത് ചെയ്തോ എന്നും എവിടെ എത്തിയെന്നും എന്താണ് വിവരമെന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങി അവരെ സംബന്ധിച്ച് കാര്യങ്ങൾ അറിയാൻ കാത്തു നിൽക്കുകയായിരുന്നു. തുടർന്ന് ഒരു സ്ത്രീ എത്തി അവരെ സംബന്ധിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയിച്ചു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദ്റത്ത് ലൂത്തിന് ശേഷം കുടുംബത്തോടൊപ്പം ദൈവമാർഗത്തിൽ ഹിജ്റത്ത് ചെയ്ത ആദ്യത്തെ വ്യക്തി ഉസ്മാനാകുന്നു. ഹദ്റത്ത് സഅദ് നിവേദനം ചെയ്യുന്നു, ഹദ്റത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഹബശയിലേക്ക് ഹിജ്റത്ത് ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, റുക്കിയയും കൂടെ കൊണ്ടുപോവുക. അത് നിങ്ങൾ രണ്ടുപേർക്കും ആത്മവിശ്വാസം നൽകുന്നതാണ് എന്ന് ഞാൻ കരുതുന്നു. അതായത് അവർ പരസ്പരം ധൈര്യം പകരുന്നതാണ്. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അസ്മാ ബിൻത് അബൂബക്കറിനോട് പറഞ്ഞു, നീ പോയി അവർ രണ്ടുപേരും പോയോ, എവിടെ വരെ എത്തി, എന്താണ് അവസ്ഥ എന്നെല്ലാം പുറത്തുപോയി അറിഞ്ഞു വരിക. ഹദ്റത്ത് അസ്മ തിരിച്ചു വന്നപ്പോൾ ഹദ്റത്ത് അബൂബക്കറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഹദ്റത്ത് ഉസ്മാൻ ഒരു കോവർ കഴുതയ്ക്കുമേൽ പല്ലക്ക് വെച്ച് അതിൽ ഹദ്റത്ത് റുക്കയിലെത്തി സമുദ്രത്തിന്റെ ഭാഗത്തേക്ക് പോയിരിക്കുന്നു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ ഹദ്റത്ത് ലൂത്തിനും ഹദ്റത്ത് ഇബ്രാഹിമിന് ശേഷം ഇവർ രണ്ടുപേരുമാണ് ആദ്യമായി ഹിജ്റത്ത് ചെയ്യുന്നവർ. ഹബശയിൽ നിന്ന് അവർ തിരിച്ചെത്തിയ സംഭവവും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഇസ്ഹാഖ് പറയുന്നു, ഹബശയിലേക്ക് ഹിജ്റത്ത് ചെയ്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സഹാബാക്കൾക്ക് മക്കക്കാർ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന വാർത്ത എത്തി. അപ്പോൾ മുഹാജിരീങ്ങൾ ഹബശയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു. അവർ മക്കയ്ക്ക് സമീപം എത്തിയപ്പോൾ വാർത്ത തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ രഹസ്യമായി അല്ലെങ്കിൽ ആരുടെയെങ്കിലും സംരക്ഷണത്തിൽ മക്കയിൽ പ്രവേശിച്ചു. അവരിൽ ചിലർ പിന്നെ മദീന ഹിജ്റത്തിലും ബദർ ഉഹദ് യുദ്ധത്തിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം പങ്കെടുക്കുകയുണ്ടായി. ചിലരെ കുഫാർ മക്കയിൽ തന്നെ തടഞ്ഞു വെച്ചു. അവർക്ക് ബദർ യുദ്ധത്തിലും മറ്റും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഹബശയിൽ നിന്ന് വന്ന് പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റത്തിൽ ഹദ്റത്ത് ഉസ്മാനും അദ്ദേഹത്തിന്റെ ഭാര്യ ഹദ്റത്ത് റുഖിയ ബിൻത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും ഭാഗഭാക്കായിരുന്നു. ഹദ്റത്ത് ഉസ്മാൻ ഹബശയിൽ ഏതാനും വർഷം താമസിച്ചു. ഇത് ഒരു പുസ്തകത്തിൽ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ, അതായത് ഏതാനും വർഷങ്ങൾ എന്ന പരാമർശം. തുടർന്ന് ചില സഹാബാക്കൾക്ക് ഖുറൈശികൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നുവെന്ന തെറ്റായ വാർത്ത കിട്ടിയപ്പോൾ അവർ തിരിച്ചെത്തി. അതിൽ ഹദ്റത്ത് ഉസ്മാനും വന്നു. ഇവിടെ വന്നപ്പോൾ വാർത്ത വ്യാജമാണെന്ന് മനസ്സിലാക്കുകയും തുടർന്ന് ചില സഹാബാക്കൾ വീണ്ടും ഹബശയിലേക്ക് തന്നെ തിരിക്കുകയും ചെയ്തു. എന്നാൽ ഹദ്റത്ത് ഉസ്മാൻ മക്കയിൽ തന്നെ തങ്ങി. അങ്ങനെ മദീനയിലേക്ക് ഹിജ്റത്തിനുള്ള അവസരം വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സഹാബാക്കളോടും മദീനയിലേക്ക് ഹിജ്റത്തിന് നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ ഹദ്റത്ത് ഉസ്മാൻ തന്റെ കുടുംബത്തോടൊപ്പം മദീനയിലേക്ക് പുറപ്പെട്ടു. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഹദ്റത്ത് ഉസ്മാൻ വീണ്ടും ഹബശയിലേക്ക് പലായനം ചെയ്യുകയുണ്ടായി. എന്നാൽ ഹദ്റത്ത് ഉസ്മാന്റെ ജീവചരിത്രമുള്ള അധിക ഗ്രന്ഥങ്ങളിലും ഹിജ്റത്തിനെ സംബന്ധിച്ച് പരാമർശമില്ല. വാസ്തവത്തിൽ ചരിത്ര പുസ്തകങ്ങളിലും ഹദീസിലും വിവരിക്കപ്പെട്ട ഹബശയിലേക്കുള്ള രണ്ടാം ഹിജ്റത്തിന്റെ പശ്ചാത്തലവും വിശദീകരണവും കരുതലോടെ ചരിത്രരചന നടത്തിയവർ അപ്പാടെ അംഗീകരിക്കുന്നില്ല. കാരണം ഹദീസ് നിദാനമനുസരിച്ച് അത് സാധ്യമല്ല. ഹബശ ഹിജ്റത്തിനെ അനുസ്മരിച്ചുകൊണ്ട് ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് നടത്തിയ ഗവേഷണം അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അതിലുള്ള കുറച്ചു ഭാഗം നേരത്തെ ചില സഹാബാക്കളുടെ അനുസ്മരണത്തിൽ പറഞ്ഞതുമാണ്. എങ്കിലും ഇവിടെയും പ്രസ്തുത പരാമർശം അനിവാര്യമാണ്. മിർസ ബഷീർ അഹമ്മദ് സാഹിബിന്റെ ഗവേഷണം ഇപ്രകാരമാകുന്നു: മുസ്ലിങ്ങൾക്കുണ്ടായ പ്രയാസങ്ങൾ മൂർച്ഛിക്കുകയും ഖുറൈശികൾ തങ്ങളുടെ ഉപദ്രവങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളോട് അവർ ഹബശയിലേക്ക് ഹിജ്റത്ത് പോകണമെന്ന് പറഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹബശയിലെ രാജാവ് നീതിമാനും നീതിയെ ഇഷ്ടപ്പെടുന്ന ആളുമാകുന്നു. അയാളുടെ ഭരണത്തിൽ ആരെയും ദ്രോഹിക്കുന്നില്ല. ഹബശ രാജ്യം ഇംഗ്ലീഷിൽ എത്യോപ്യ അഥവാ അബീസീന എന്നാണ് പറയപ്പെടുന്നത്. ഇത് ആഫ്രിക്കൻ വൻകരയുടെ വടക്ക് കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ഈ സ്ഥാനഘടന അനുസരിച്ച് ദക്ഷിണ അറേബ്യയുടെ തികച്ചും എതിർഭാഗത്താകുന്നു. അതിനിടയിൽ ചെങ്കടലല്ലാതെ മറ്റ് രാജ്യങ്ങളൊന്നുമില്ല. അക്കാലത്ത് അവിടെ ശക്തമായ ഒരു ക്രിസ്ത്യൻ ഭരണം സ്ഥാപിതമായിരുന്നു. അവിടെയുള്ള രാജാവ് നജ്ജാശി എന്നാണ് അറിയപ്പെടുന്നത്. മറിച്ച് ഇപ്പോഴും അവിടെ ഭരണാധിപൻ
ഈ പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് ഹദ്രത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്ന കാലത്ത്. ഹബിഷയുമായി അറേബ്യയ്ക്ക് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അക്കാലത്ത് ഹബിഷയുടെ തലസ്ഥാനം അക്സൂം ആയിരുന്നു. അത് ഇപ്പോഴുള്ള അഡോവ പട്ടണത്തിന് സമീപമാണ്. ഇപ്പോഴും ഇത് ഒരു വിശുദ്ധ നഗരമായി തുടർന്നു പോരുന്നു. അക്സൂം അക്കാലത്ത് വളരെ ശക്തമായ ഒരു ഭരണകൂടത്തിന് തലസ്ഥാനമായിരുന്നു. അക്കാലഘട്ടത്തിലെ നജ്ജാഷിയുടെ സ്വന്തം പേര് അസുഹമ എന്നായിരുന്നു. അദ്ദേഹം നീതിമാനും ജാഗ്രതയുള്ള ആളും മാന്യനും ശക്തനുമായ രാജാവായിരുന്നു. ഏതായിരുന്നാലും മുസ്ലിങ്ങൾക്ക് പ്രയാസങ്ങൾ സീമാതീതമായപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞു, സാധ്യമാകുന്നവരെല്ലാം ഹബിഷയിലേക്ക് ഹിജ്റത്ത് പൊയ്ക്കൊള്ളുക. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശപ്രകാരം റജബ് മാസത്തിൽ 11 പുരുഷന്മാരും 4 സ്ത്രീകളും ഹബിഷയിലേക്ക് ഹിജ്റത്ത് ചെയ്തു. അവരിൽ പ്രസിദ്ധരായ ആളുകൾ ഹദ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അദ്ദേഹത്തിന്റെ ഭാര്യ റുഖിയ ബിൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സുബൈർ ബിൻ അവാം, അബു ഹുസൈഫ ബിൻ ഉത്ബ, ഉസ്മാൻ ബിൻ മദ്ഊൻ, മസഅബ് ബിൻ ഉമൈർ, അബു സലമ ബിൻ അബ്ദുൽ അസദ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മെ സൽമ എന്നിവർ ഉൾപ്പെടുന്നു. മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ആശ്ചര്യകരെന്ന് പറയട്ടെ, ഈ ആദ്യകാല മുഹാജിരിങ്ങളിൽ അധികവും ഖുറൈശികളിലെ പ്രബല ഗോത്രങ്ങൾക്കിടയിൽപ്പെട്ടവരായിരുന്നു. ദുർബലരായ ആളുകൾ കുറവായിരുന്നു. ഇതിൽ നിന്ന് 2 കാര്യങ്ങൾ മനസ്സിലാകുന്നു. ഒന്ന്, പ്രബല ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളും ഖുറൈശികളുടെ ദ്രോഹത്തിൽ നിന്ന് സുരക്ഷിതരായിരുന്നില്ല. 2, ദുർബലരായ ആളുകൾ, അതായത് അടിമവംശജരും മറ്റും ഹിജ്റത്ത് പോകാൻ പോലും കഴിയാത്തത്ര ദുർബലരും നിസ്സഹായരുമായിരുന്നു. ഈ മുഹാജിരിങ്ങൾ ദക്ഷിണ ഭാഗത്തേക്ക് യാത്ര ചെയ്ത് ഷൈബയിൽ എത്തി. അവിടെ അക്കാലത്ത് അറേബ്യയിലെ തുറമുഖമായിരുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവർക്ക് ഒരു വ്യാപാര കപ്പൽ കിട്ടി. അത് ഹബ്ശയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. അങ്ങനെ അവർ എല്ലാവരും സമാധാനപൂർവ്വം യാത്ര ചെയ്തു. കപ്പൽ പുറപ്പെടുകയും ചെയ്തു. മക്കയിലെ ഖുറൈശികൾക്ക് അവരുടെ ഹിജ്റത്തിനെ സംബന്ധിച്ച് അറിവ് കിട്ടിയപ്പോൾ അവർ വളരെ നിരാശപ്പെട്ടു. അതായത് ഈ ഇരകൾ സ്വസ്ഥമായി കൈവിട്ടുപോയിരിക്കുന്നു. തുടർന്ന് അവർ ഈ മുഹാജിരികളെ പിന്തുടർന്നു. അങ്ങനെ അവരുടെ ആൾ കടൽത്തീരത്ത് എത്തിയപ്പോൾ കപ്പൽ പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവർ ഹതാശരായും നിരാശരായും തിരിച്ചു വന്നു. ഹബശയിലെത്തിയപ്പോൾ മുസ്ലിങ്ങൾക്ക് സ്വസ്ഥവും സമാധാനവുമുള്ള ജീവിതം കൈവന്നു. അല്ലാ എന്ന് പറഞ്ഞു അവർക്ക് ഖുറൈശികളുടെ ദ്രോഹത്തിൽ നിന്ന് മോചനം കിട്ടി. എന്നാൽ ചില ചരിത്രകാരന്മാർ പറയുന്നു, മുഹാജിരിങ്ങൾ ഹബശയിലെത്തി ഏറെ കഴിയുന്നതിന് മുമ്പേ തന്നെ എല്ലാ ഖുറൈശികളും മുസ്ലിങ്ങളായെന്നും മക്കയിൽ തികച്ചും സമാധാനമാണെന്നുമുള്ള കിംവദന്തി അവർക്കെത്തി. അത് കാരണം അധികം മുഹാജിരിങ്ങളും ഒന്നും ആലോചിക്കാതെ തിരിച്ചെത്തി. അവർ മക്കയ്ക്ക് സമീപം എത്തിയപ്പോൾ ഈ വാർത്ത തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായി. തുടർന്ന് അവർക്ക് വലിയ പ്രയാസമാണ് അഭിമുഖീകരിക്കേണ്ടി വന്നത്. അവസാനം ചിലർ വഴിയിൽ നിന്ന് തന്നെ തിരികെ പോയി. ചിലർ ഒളിഞ്ഞും പാർത്തും അല്ലെങ്കിൽ സ്വാധീനവും ശക്തിയുമുള്ള ആളുകളുടെ സഹായത്താൽ മക്കയിലെത്തി. ഇത് നബവി 5-ാം വർഷം ശവ്വാൽ മാസത്തിലെ സംഭവമാണ്. അതായത് ഹിജ്റത്തിന്റെ ആരംഭവും മുഹാജിരിങ്ങളുടെ തിരിച്ചു വരവിനുമിടയിൽ കേവലം 2.5-3 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. ഏതായാലും വാസ്തവത്തിൽ ഈ കിംവദന്തി വ്യാജവും അടിസ്ഥാന രഹിതവുമായിരുന്നു. അത് ഹബ്ശയിലേക്ക് പോയ മുഹാജിരിങ്ങളെ തിരികെ എത്തിക്കാനും അവരെ ദ്രോഹിക്കാനും വേണ്ടി ഖുറൈശികൾ പരത്തിയതായിരിക്കാം. എന്നാൽ കൂടുതൽ ശ്രദ്ധാപൂർവം നോക്കുകയാണെങ്കിൽ ഈ കിംവദന്തിയും മുഹാജിരിങ്ങൾ തിരിച്ചു വന്ന കഥയും തികച്ചും അടിസ്ഥാനരഹിതമാകുന്നു. എന്നാൽ ഇത് ശരിയാണെന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ അടിസ്ഥാന കാര്യം ചില ഹദീസുകളിൽ വന്ന സംഭവമായിരിക്കാൻ സാധ്യതയുണ്ട്. ഈ നിലയ്ക്ക് നോക്കിയാൽ, അതായത് ഇത് ശരിയാണെന്ന് പറഞ്ഞാൽ ഹദ്രത്ത് ഉസ്മാൻ ഏതാനും വർഷം താമസിച്ചു എന്ന ചില ആളുകളുടെ നിവേദനം തെറ്റായിരിക്കും. ഇനി ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ 3-4 മാസം കഴിഞ്ഞായിരിക്കും തിരിച്ചു വന്നത്. എന്നാൽ ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബിന്റെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം തികച്ചും തെറ്റാകുന്നു. അദ്ദേഹം എഴുതുന്നു, ഇത് ശരിയാണെന്ന് മനസ്സിലാക്കിയാൽ, അതായത് ഹദീസുകളിൽ വന്ന സംഭവമായിരിക്കും ഇതിന്റെ അടിസ്ഥാന കാരണം എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ബുഖാരിയിൽ ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നു. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അങ്കണത്തിൽ വെച്ച് സൂറ നജമിലെ ആയത്തുകൾ പാരായണം ചെയ്തു. ആ സന്ദർഭത്തിൽ അവിടെ നിഷേധികളുടെ നിരവധി മൂപ്പന്മാരും ഉണ്ടായിരുന്നു.
ചില മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് അവസാനിപ്പിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സുജൂദ് ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന എല്ലാ മുസ്ലിങ്ങളും സുജൂദ് ചെയ്തു. നിഷേധികളും സുജൂദ് ചെയ്തു. ഏതായിരുന്നാലും നിഷേധികൾ എന്തിനാണ് സജദ ചെയ്തത് എന്ന കാര്യം ഹദീസിൽ വിവരിച്ചിട്ടില്ല. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രഭാവിതമായ ശബ്ദത്തിൽ ദൈവിക വചനങ്ങൾ പാരായണം ചെയ്യുകയുണ്ടായി. പ്രസ്തുത ആയത്തുകളിൽ സവിശേഷമായും അള്ളാഹുവിന്റെ ഏകത്വവും അവന്റെ ശക്തിയും പ്രതാപവും സംബന്ധിച്ച് വളരെ ചമത്കാരപൂർണമായ നിലയിൽ വിവരിച്ചിട്ടുണ്ട്. അവന്റെ ഔദാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. മാത്രമല്ല അതിൽ വളരെ ആദരയുക്തവും പ്രതാപഗരിമയുമുള്ള വചനങ്ങൾ മുഖേന ഖുറൈശികളെ ഭയപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, അവർ ദ്രോഹങ്ങളിൽ നിന്ന് പിന്തിരിയുന്നില്ലെങ്കിൽ മുൻകാലങ്ങളിൽ ദൈവിക പ്രവാചകന്മാരെ കളവാക്കിയവരുടെ അവസ്ഥ തന്നെയായിരിക്കും അവർക്കും ഉണ്ടാവുക. പിന്നെ അവസാനത്തിൽ നൽകുന്ന കൽപ്പന വരുവിൻ അള്ളാഹുവിന്റെ സവിധത്തിൽ സജദ് ചെയ്യുവിൻ എന്നാകുന്നു. ഈ വചനങ്ങൾ പാരായണം ചെയ്ത ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും ഒന്നടങ്കം ഉടൻ തന്നെ സജദയിൽ വീണു. അപ്പോൾ ഈ വചനത്തിന്റെയും ദൃശ്യത്തിന്റെയും മായിക പ്രഭാവം ഖുറൈശികളെ സ്വാധീനിക്കുകയും അവരും അനിയന്ത്രിതമായി മുസ്ലിങ്ങളോടൊപ്പം സജദ ചെയ്തും ആയിരിക്കാം. ഇതിൽ അത്ഭുതപ്പെടാൻ കാരണമൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ചിലപ്പോൾ മനുഷ്യഹൃദയം സ്വാധീനിക്കപ്പെടുകയും അവർ അനിയന്ത്രിതമായി അവന്റെ മതതത്വങ്ങൾക്ക് എതിരായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുമുണ്ട്. അവർ വിശ്വസിച്ചതുകൊണ്ട് അങ്ങനെ ചെയ്തതായിരിക്കില്ല. അനിയന്ത്രിതമായി ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നു. ചില വേളകളിൽ വളരെ കഠിനവും അവിചാരിതവുമായ ആപത്തുകളുടെ സമയത്ത് നിരീശ്വരവാദിയും അല്ലാ അല്ലാ റാം റാം എന്നൊക്കെ പറഞ്ഞു പോകാറുണ്ട്. ഞാൻ ചില നിരീശ്വരവാദികളോട് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിൽ കൂടിയും ചില ഭയാനകമായ സാഹചര്യങ്ങളിൽ അനിയന്ത്രിതമായി തങ്ങളുടെ നാവുകളിലും അള്ളാഹു എന്ന ദൈവം എന്ന പദം വന്നു പോകുന്നു എന്നാണ്. എന്നത് തികച്ചും ശരിയാണ് എന്നാണ്. ഏതായിരുന്നാലും ഖുറൈശികൾ നിരീശ്വരവാദികളല്ലായിരുന്നു, മറിച്ചവർ ദൈവാസ്തിത്വത്തെ അംഗീകരിക്കുന്നവരായിരുന്നു. ചുരുക്കത്തിൽ വളരെ ആദരയുക്തവും പ്രതാപവുമുള്ള വചനങ്ങൾ പാരായണം ചെയ്ത ശേഷം മുസ്ലിങ്ങളുടെ സംഘം ഉടൻ തന്നെ ഒന്നിച്ച് സുജൂദിൽ വീണപ്പോൾ അതിന്റെ മായിക പ്രഭാവം ഉണ്ടാവുകയും ഖുറൈശികളും അനിയന്ത്രിതമായി സുജൂദിലേക്ക് വീണതുമാകാം. എന്നാൽ ഇത്തരം പ്രഭാവം അധികം നൈമിഷികമായിരിക്കും. അവർ പിന്നെ വേഗം തന്നെ തങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു പോകുന്നു. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. സജദയിൽ നിന്ന് എഴുന്നേറ്റ ശേഷം ഖുറൈശികൾ വീണ്ടും ആ വിഗ്രഹ ആരാധകരായി തന്നെ തുടർന്നു, അല്ലാതെ ഏകദൈവ വിശ്വാസികളായി മാറിയില്ല. ഏതായിരുന്നാലും ഈ സംഭവം ഹദീസുകളിൽ നിന്ന് തെളിയുന്നുണ്ട്. ഇനി ഹബ്ശയിലേക്ക് പോയ മുഹാജിരീങ്ങളുടെ മടക്കത്ത് സംബന്ധിച്ച കാര്യം ശരിയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സംഭവത്തിനു ശേഷം ഖുറൈശികൾ ഹബ്ശയിലെ മുഹാജിരീങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വ്യഗ്രത കാണിക്കുന്നു എന്നാണ്. അതുകൊണ്ട് മേൽ സംഭവത്തെ ഒരു നിമിത്തമാക്കി ഖുറൈശികൾ മുസ്ലിങ്ങളായെന്നും മുസ്ലിങ്ങൾക്ക് തികച്ചും സമാധാന അന്തരീക്ഷം സംജാതമായെന്നും അവർ സ്വയം തന്നെ കിംവദന്തി വരുത്തിയതായിരിക്കാം. ഈ കിംവദന്തി ഹബ്ശയിലെ മുഹാജിരീങ്ങൾക്ക് കിട്ടിയപ്പോൾ അവർ സ്വാഭാവികമായും അതിൽ സന്തോഷിക്കുകയും അത് കേട്ടതും സന്തോഷപൂർവ്വം തിരിച്ചെത്തിയതുമായിരിക്കാം. എന്നാൽ അവർ മക്കയ്ക്ക് അടുത്തെത്തിയപ്പോൾ യഥാർത്ഥ സംഗതിയെപ്പറ്റി അറിയുകയും അങ്ങനെ ചിലർ രഹസ്യമായും മറ്റു ചിലർ ശക്തരും സ്വാധീനവുമുള്ള ഖുറൈശി മൂപ്പന്മാരുടെ സംരക്ഷണയിലും മക്കയിലേക്ക് വന്നു. ചിലർ തിരിച്ചുപോയി. ചുരുക്കത്തിൽ ഖുറൈശികൾ മുസ്ലിങ്ങളായി എന്ന അഭ്യൂഹത്തിന് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അത് സൂറ നജ്മ് തിലാവത്ത് ചെയ്ത ശേഷം സുജൂദ് ചെയ്ത സംഭവത്തിന്റെ പരിധി വരെ മാത്രമാകുന്നു. വല്ലാഹു ആലം. ഏതായിരുന്നാലും ഹബശ മുഹാജിരീങ്ങൾ തിരിച്ചു വന്നെങ്കിൽ തന്നെയും അവരിൽ ഭൂരിപക്ഷവും തിരികെ പോവുകയാണ് ഉണ്ടായത്. ഖുറൈശികൾ ദ്രോഹിക്കുന്നത് അനുദിനം വർദ്ധിപ്പിക്കുകയായിരുന്നു. അവരുടെ ദ്രോഹത്തിൽ ദിനം പ്രതി വർധനമുണ്ടായിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം മറ്റു മുസ്ലിങ്ങളും രഹസ്യമായി ഹിജ്റത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയും സന്ദർഭം കിട്ടുന്നതനുസരിച്ച് പതുക്കെ പതുക്കെ പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ ഹിജ്റത്തിന്റെ ശൃംഖല ഇങ്ങനെ ആരംഭിക്കുകയും അവസാനം ഹബശയിലെ മുഹാജിരീങ്ങളുടെ എണ്ണം 101 ചെയ്തു. അതിൽ 18 സ്ത്രീകളും ഉണ്ടായിരുന്നു. മക്കയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വളരെ കുറച്ച് മുസ്ലിങ്ങൾ മാത്രമായി. ഈ ഹിജ്റത്തിന് ചില ചരിത്രകാരന്മാർ രണ്ടാം ഹബശ ഹിജ്റത്ത് എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. തുടർന്ന് ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് തന്റെ വിശകലനത്തിൽ പറയുന്നു, മറ്റൊരു സംഗതി ഈ കിംവദന്തിയും മുഹാജിരീങ്ങൾ തിരിച്ചുവെന്ന കഥയും തുടക്കം മുതൽ തന്നെ സംശയഗ്രസ്തമാകുന്നു എന്നതാണ്. എന്തെന്നാൽ ചരിത്രത്തിൽ
ഹബ്ഷ ഹിജ്റത്തിന്റെ ആരംഭം നബവി 5-ാം വർഷം റജബ് മാസത്തിലും സജദ ചെയ്ത സംഭവം നബവി 5-ാം വർഷം റംസാനുമാണെന്ന് എഴുതിയിരിക്കുന്നു. തുടർന്ന് ചരിത്രത്തിൽ തന്നെയുള്ള മറ്റൊരു കാര്യം, ഈ കിംവദന്തിയെ തുടർന്ന് ഹബ്ഷ മുഹാജിരീങ്ങൾ നബവി 5-ാം വർഷം ഷവ്വാൽ മാസത്തിൽ തിരിച്ചുപോയി എന്നതാണ്. അതായത് ഹിജ്റത്തിന്റെ ആരംഭവും മുഹാജിരീങ്ങൾ തിരിച്ചു വന്നതും തമ്മിലുള്ള കാലഘട്ടത്തിന് അന്തരം കേവലം 2 മുതൽ 3 മാസം വരെയാണ്. ഇനി സുജൂദിന്റെ ചരിത്രം മുതൽ കാലഘടനയാണെങ്കിൽ അത് കേവലം 1 മാസം മാത്രമാണ്. അക്കാലഘട്ടത്തിലെ അവസ്ഥയനുസരിച്ച് മക്കയ്ക്കും ഹബശയ്ക്കുമിടയിൽ ഈ ചെറിയ കാലപരിധിയിൽ 3 യാത്രകൾ പൂർത്തിയാക്കുക അസംഭാവ്യമാണ്. അതായത് ആദ്യം മുസ്ലിങ്ങൾ മക്കയിൽ നിന്ന് ഹബശയിലെത്തണം, പിന്നെ ഖുറൈശികൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന വാർത്തയുമായി ആരെങ്കിലും മക്കയിൽ നിന്ന് ഹബശയിലേക്ക് പോകണം, തുടർന്ന് മുസ്ലിങ്ങൾ ഹബശയിൽ നിന്ന് യാത്ര ചെയ്ത് മക്കയിൽ തിരിച്ചെത്തണം. ഈ 3 യാത്രകളും പൂർത്തിയാക്കാൻ ഇതര സംഗതികൾ കൂടി ഉള്ളതിനാൽ, അതായത് തയ്യാറെടുപ്പും മറ്റും നടത്തുക മുതലായവ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും സാധ്യമല്ല. ഇതിനേക്കാളും സാധ്യമായ കാര്യം സജിദ ചെയ്ത കാലം മുതൽ ഹബശ മുഹാജിരീങ്ങൾ തിരിച്ചെത്തി എന്ന് കരുതുന്നതുവരെയുള്ള 2 യാത്രകൾ ഉണ്ടായിട്ടുണ്ടാകാം. കാരണം അക്കാലഘട്ടത്തിൽ മക്കയിൽ നിന്ന് ഹബശയിലേക്ക് പോകാൻ ആദ്യം തെക്ക് ഭാഗത്തേക്ക് പോകേണ്ടതുണ്ട്, പിന്നെ അവിടെ നിന്ന് കപ്പൽ പിടിക്കണം. അതാകട്ടെ എപ്പോഴും കിട്ടുകയുമില്ല. ചെങ്കടൽ കടന്ന് ആഫ്രിക്കയുടെ സമുദ്രതീരത്ത് എത്തണം, തുടർന്ന് സമുദ്രതീരത്തിലൂടെ ഹബശയുടെ തലസ്ഥാനമായ അക്സൂമിലെത്തണം. അത് സമുദ്രതീരത്തു നിന്ന് വളരെ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ എത്തേണ്ടിയിരിക്കുന്നു. അക്കാലഘട്ടത്തിലെ മന്ദഗതികളുടെ യാത്രകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു യാത്ര പോലും 1.5-2 മാസത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തിയാക്കാൻ സാധ്യമല്ല. ഈ നിലയ്ക്ക് നോക്കിയാൽ ഈ കഥ അപ്പാടെ തെറ്റും അടിസ്ഥാനരഹിതവുമാകുന്നു. ഇനി ഇതിൽ വല്ല യാഥാർത്ഥ്യമുണ്ടെങ്കിൽ തന്നെ നേരത്തെ വിവരിച്ചതിൽ അധികമായിട്ട് ഒന്നും തന്നെയില്ല. വല്ലാഹു ആലം. ഏതായിരുന്നാലും കാരണം എന്തു തന്നെയായാലും കുറച്ചു കാലത്തിന് ശേഷം ഉസ്മാൻ ഹബശയിൽ നിന്ന് തിരികെ വന്നു. തുടർന്ന് ഹദ്റത്ത് ഉസ്മാന്റെ മദീനയിലേക്കുള്ള ഹിജ്റത്തും സാഹോദര്യ ബന്ധമുണ്ടാക്കിയതും സംബന്ധിച്ച് വിവരണം ഇപ്രകാരമാകുന്നു. മുഹമ്മദ് ബിൻ ജാഫർ ബിൻ സുബൈറിൽ നിന്ന് നിവേദനം. ഹദ്റത്ത് ഉസ്മാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തപ്പോൾ അദ്ദേഹം ബനു നജ്ജാർ ഗോത്രത്തിലെ ഹദ്റത്ത് ഹസ്സാൻ ബിൻ സാബിത്തിന്റെ സഹോദരൻ ഹദ്റത്ത് ഔസ് ബിൻ സാബിത്തിന്റെ വീട്ടിലാണ് തങ്ങിയത്. മൂസ ബിൻ മുഹമ്മദ് തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദ്റത്ത് ഉസ്മാനും ഹദ്റത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫും തമ്മിലാണ് സാഹോദര്യ ബന്ധം ഉണ്ടാക്കിയത്. ഒരു നിവേദനമനുസരിച്ച് ഹദ്റത്ത് ഷദ്ദാദ് ബിൻ ഔസിന്റെ പിതാവ് ഹദ്റത്ത് ഔസ് ബിൻ സാബിത്തും ഹദ്റത്ത് ഉസ്മാനും തമ്മിലാണ് സാഹോദര്യ ബന്ധം ഉണ്ടാക്കിയത്. ഹദ്റത്ത് അബു ഉബാദ സയ്യിദ് ബിൻ ഉസ്മാൻ സർക്കിയുമായി ഹദ്റത്ത് ഉസ്മാന്റെ സാഹോദര്യ ബന്ധം ഉണ്ടാക്കിയെന്നും പറയപ്പെടുന്നു. മറ്റൊരു നിവേദനമനുസരിച്ച് ഹദ്റത്ത് ഉസ്മാനുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താനുമായി സാഹോദര്യ ബന്ധം ഉണ്ടാക്കിയെന്ന് കാണാം. തബക്കാത്ത് കുബറയിൽ പറയുന്നു, ഇബ്നു ലബീബ നിവേദനം ചെയ്യുന്നു, ഹദ്റത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തടങ്കലിൽ അകപ്പെട്ടപ്പോൾ, അതായത് അവസാന നാളുകളിൽ ശത്രുക്കൾ അദ്ദേഹത്തെ വളഞ്ഞപ്പോൾ എല്ലാ നിലയ്ക്കും ഉപരോധം ഏർപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഉയരമുള്ള ആ കെട്ടിടത്തിന്റെ ജനാലിയിലൂടെ തല പുറത്തേക്കിട്ട് ജനങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്കിടയിൽ തൽഹയുണ്ടോ? അവർ പറഞ്ഞു, അതേ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ താങ്കളോട് അള്ളാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ സഹോദര ബന്ധം ഉണ്ടാക്കിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നോടൊപ്പം ഞാനുമായിട്ടാണ് സാഹോദര്യ ബന്ധം ഉണ്ടാക്കിയതെന്ന്, അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉസ്മാനുമായിട്ടാണ് സാഹോദര്യം ഉണ്ടാക്കിയതെന്ന് താങ്കൾക്ക് അറിവില്ലേ? അപ്പോൾ ഹദ്റത്ത് തൽഹ പറഞ്ഞു, വല്ലാഹി അത് ശരിയാണ്. ആ സന്ദർഭത്തിൽ ഹദ്റത്ത് ഉസ്മാന്റെ വീട് വളഞ്ഞിട്ടുണ്ടായിരുന്നു. എതിരാളികൾ ഹദ്റത്ത് തൽഹയോട് ചോദിച്ചു, നിങ്ങൾ ഇതെന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത്? ഹദ്റത്ത് തൽഹ വളരെ സ്ഥൈര്യത്തോടെ പറഞ്ഞു, ഹദ്റത്ത് ഉസ്മാൻ എന്നോട് അള്ളാഹുവിനെ ആണയിട്ടുകൊണ്ടാണ് ചോദിച്ചത്. എന്നോട് ചോദിച്ചതാകട്ടെ എന്റെ കൺമുന്നിൽ നടന്ന സംഗതിയെ പറ്റിയാണ്. ഞാൻ അതിന് സാക്ഷ്യം നൽകേണ്ടതാണല്ലോ. എനിക്ക് കള്ളം പറയാൻ കഴിയില്ല. നിങ്ങളുടെ എതിർപ്പ് കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളുക. ഹദ്റത്ത് റുഖയ്യയുടെ മരണവും ഹദ്റത്ത് ഉമ്മു കുൽസുമിന്റെ വിവാഹവും സംബന്ധിച്ച വിവരണം ഇപ്രകാരമാകുന്നു. അബ്ദുല്ലാഹ് ബിൻ മുക്കന്നിഫ് ബിൻ ഹാരിസ അൻസാരി നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ഹദ്റത്ത് ഉസ്മാനെ തന്റെ മകൾ ഹദ്റത്ത് റുഖയ്യയുടെ അടുക്കൽ തന്നെ നിർത്തി. അവർ രോഗിണിയായിരുന്നു. ഹദ്റത്ത് സെയ്ദ് ബിൻ ഹാരിസ
ബദറിൽ അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സഹായം നൽകിയ വിജയത്തെ സംബന്ധിച്ച് സന്തോഷ വാർത്തയുമായി മദീനയിൽ എത്തിയ ദിവസമാണ് അവർ മരണപ്പെട്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലെ സമരാജിത സ്വത്തിൽ നിന്ന് അതിനകത്ത് ഉസ്മാനും ഭാഗം നൽകുകയുണ്ടായി. അദ്ദേഹത്തിന് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് സമാനമായത്രയും ഭാഗം തന്നെ നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉഖയുടെ വഫാത്തിന് ശേഷം ഹദ്റത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനുമായി തന്റെ മകൾ ഹദ്റത്ത് ഉമ്മു കുൽസുമിന്റെ വിവാഹം നടത്തിക്കൊടുത്തു. ഹദ്റത്ത് അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിന്റെ കവാടത്തിൽ ഹദ്റത്ത് ഉസ്മാനെ കണ്ടുമുട്ടി. അപ്പോൾ പറഞ്ഞു, ഉസ്മാൻ, ഇത് ജിബ്രീലാകുന്നു. അള്ളാഹു ഉമ്മു കുൽസുമിന്റെ നിക്കാഹ് റുഖിയയുടെ അത്ര തന്നെ മഹർ നിശ്ചയിച്ചുകൊണ്ട് നിങ്ങളുടെ സൽപെരുമാറ്റത്തിൽ നിങ്ങളുമായി നടത്തിത്തരാൻ കൽപ്പിച്ചിരിക്കുന്നു. അതായത് രണ്ടാമത്തെ മകളുടെ വിവാഹം ഹദ്റത്ത് ഉസ്മാനുമായി നടത്തണമെന്ന് അള്ളാഹു പറയുന്നു. ഹദ്റത്ത് ആയിഷ നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു കുൽസുമിന്റെ വിവാഹം ഹദ്റത്ത് ഉസ്മാനുമായി ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ ഐമനോട് പറഞ്ഞു, എന്റെ മകൾ ഉമ്മു കുൽസുമിനെ തയ്യാറാക്കുക, ഹദ്റത്ത് ഉസ്മാന്റെ അടുക്കൽ എത്തിക്കുക, അവർക്ക് മുന്നിൽ ദഫ്മുട്ടുകയും ചെയ്യുക. അവർ അങ്ങനെ തന്നെ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസത്തിന് ശേഷം ഹദ്റത്ത് ഉമ്മു കുൽസുമിന്റെ അടുക്കൽ പോയി ചോദിച്ചു, മോളെ, നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയുണ്ട്? ഉമ്മു കുൽസും പറഞ്ഞു, അദ്ദേഹം ഉത്തമനായ ഭർത്താവാകുന്നു. ഹദ്റത്ത് ഉമ്മു കുൽസും ഹദ്റത്ത് ഉസ്മാന്റെ അടുക്കൽ ഹിജ്റത്ത് 9 വരെ താമസിച്ചു. തുടർന്ന് അവർ രോഗിണിയാവുകയും മരണപ്പെടുകയും ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജനാസ സംസ്കരിപ്പിക്കുകയും ഖബറിനരികിൽ ദുആ ചെയ്യുകയും ഉണ്ടായി. ഹദ്റത്ത് അനസ് നിവേദനം ചെയ്യുന്നു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉമ്മു കുൽസുമിന്റെ ഖബറിനരികിൽ കണ്ണീർ വാർത്തുകൊണ്ട് ഇരിക്കുന്നതായി കണ്ടു. ബുഖാരിയുടെ ഒരു നിവേദനത്തിൽ ഈ സംഭവം ഇങ്ങനെ വിവരിക്കുന്നു. ഹദ്റത്ത് അനസ് ബിൻ മാലിക്കിൽ നിന്ന് ഹിലാൽ നിവേദനം ചെയ്യുന്നു, അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ ജനാസയിൽ സന്നിഹിതനായിരുന്നു. നിവേദകൻ പറയുന്നു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഇരിക്കുകയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കണ്ണുകൾ അശ്രുവൊഴിക്കുന്നത് ഞാൻ കാണാനിടയായി. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉമ്മു കുൽസുമിന് വഫാത്തായപ്പോൾ എനിക്ക് 3ാമത് ഒരു മകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവളുടെ വിവാഹവും ഉസ്മാനുമായി നടത്തുമായിരുന്നു എന്ന് പറയുകയുണ്ടായി. ഹദ്റത്ത് അബ്ബാസ് നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തു കൂടി പോവുകയായിരുന്നു. അപ്പോൾ ഹദ്റത്ത് ഉസ്മാൻ അവിടെ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകൾ ഉമ്മു കുൽസുമിന്റെ വഫാത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാൻ ഇടയായി. നിവേദകൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 2 സഹോദരന്മാരായ ഹദ്റത്ത് അബൂബക്കറും ഹദ്റത്ത് ഉമറും ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉസ്മാൻ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഹദ്റത്ത് ഉസ്മാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങുമായുള്ള എന്റെ ജാമാതാവ് എന്ന ബന്ധം ഇല്ലാതായതിലാണ് ഞാൻ കരയുന്നത്. അത് 2 പെൺമക്കളും മരണപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കരയാതിരിക്കൂ. എന്റെ ജീവൻ ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. എന്റെ 100 പെൺമക്കൾ ഉണ്ടായിരിക്കുകയും അവരിൽ ഓരോരുത്തരും മരണപ്പെടുകയുമാണെങ്കിലും ഒന്നിനു ശേഷം മറ്റൊന്നായി ഞാൻ നിനക്ക് തന്നെ വിവാഹം ചെയ്തു തരുമായിരുന്നു. അങ്ങനെ 100 പെൺമക്കളിൽ ആരും തന്നെ ബാക്കിയാകാതിരുന്നാലും ശരി, ഏതായിരുന്നാലും ഈ ഒരു സ്നേഹ പ്രകടനമാണ് 2 ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതിനകത്ത് ഉസ്മാന് ഒരു ആശങ്കയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലനിർത്തിയ ബന്ധുത്വം തുടർന്നും നിലനിൽക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. ഇനി ഞാൻ എല്ലാ ഖുതുബയ്ക്കും ആഹ്വാനം ചെയ്യുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്തു വരുന്നത് പോലെ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് വേണ്ടിയും അഹമ്മദികൾക്ക് വേണ്ടിയും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. എതിരാളികൾ തങ്ങളുടെ ഗർവിൽ നമ്മുടെ വൃത്തം ചെറുതാക്കുകയാണ്. എന്നാൽ ഒരു ഉന്നത അസ്തിത്വം അള്ളാഹു ഉണ്ടെന്നും അവന്റെ വിധിയും ചലിക്കുന്നുണ്ടെന്നും അവന്റെ വലയം അവർക്ക് മേൽ വരുന്നുണ്ടെന്നും അത് ഇടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഓടിപ്പോകാൻ രക്ഷയില്ലെന്നും അറിയിക്കുക. അള്ളാഹു ഇവർക്ക് ബുദ്ധി നൽകുമാറാകട്ടെ. ഇവർ ഇനിയെങ്കിലും ബുദ്ധി പ്രയോഗിക്കുകയും നീതി പ്രവർത്തിക്കുകയും അനാവശ്യ അക്രമവും മർദ്ദനവും ഒഴിവാക്കുകയും ചെയ്യട്ടെ. അതേപോലെ അൾജീരിയയിലെ ജനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അവരുടെ വിശ്വാസം നിലനിർത്തുമാറാകട്ടെ. അതേപോലെ മറ്റ് ചില സന്ദർഭങ്ങളിലും
അഹമ്മദികൾക്ക് വളരെയേറെ എതിർപ്പുകൾ ഉണ്ട്. അള്ളാഹു ഈ എല്ലാ സ്ഥലത്തും എല്ലാ നിലയ്ക്കും അഹമ്മദികളെ സുരക്ഷിതരാക്കുമാറാകട്ടെ. നമസ്കാരങ്ങൾക്ക് ശേഷം ഞാൻ ചില ജനാസ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചും ഇവിടെ അനുസ്മരിക്കാം. ആദ്യത്തെ അനുസ്മരണം മൗലാന സുൽത്താൻ മുഹമ്മദ് അൻവർ സാഹിബിൻ്റെതാകുന്നു. അദ്ദേഹം മുൻ നാദർ ഇസ്ലാഹ് ഇർഷാദ് മർക്കസിയ ആയിരുന്നു. അപ്പോൾ പിന്നീട് നാദർ ഖിർമത്ത് നിർവാഷനും നാദർ ഇസ്ലാഹ് ഇർഷാദ് നിഷ്ഠാനാത്തിയും ആയിരുന്നു. ജനുവരി 11 റബൂയിൽ 88-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ചൗധരി മുഹമ്മദ് ദീൻ എന്നായിരുന്നു. മാതാവിന്റെ പേര് റഹ്മത്ത് ബീവി എന്നാകുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് 1928 ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കയ്യിൽ ബൈഅത്ത് ചെയ്ത് അഹമ്മദിയത്തിൽ പ്രവേശിച്ചു. മൗലാന സാഹിബ് മൗലാന സുൽത്താൻ മുഹമ്മദ് അൻവർ സാഹിബ് അദ്ദേഹത്തിന്റെ ഏക മകനായിരുന്നു. മൗലാന സുൽത്താൻ മുഹമ്മദ് അൻവർ സാഹിബ് മിഡിൽ വരെ പഠിച്ചതിന് ശേഷം 1948 ഏപ്രിൽ മാസം വഖഫ് ചെയ്ത് ഖാദിയാനിൽ മദ്രസ പ്രവേശിച്ചു. പാകിസ്ഥാൻ രൂപീകരണത്തിന് ശേഷം ജാമിയ അഹമ്മദിയ അഹമ്മദ് നഗറിലേക്ക് മാറ്റി. അവിടെ നിന്ന് 1952 മൗലവി ഫാദിൽ പരീക്ഷ നൽകി. ഷാഹിദ് ഡിഗ്രി നേടി. അവിടെ നിന്ന് 1952 മൗലവി ഫാദിൽ പരീക്ഷ നൽകി. 1956 ഏപ്രിൽ ജാമിയ അഹമ്മദിയിൽ നിന്ന് ഷാഹിദ് ഡിഗ്രി നേടി. അദ്ദേഹത്തിന്റെ വിവാഹം അവിടെ ചൗധരി സയദുദ്ദീൻ സാഹിബിന്റെ മകൾ മഹമ്മൂദ ഷൗക്കത്ത് സാഹിബിയുമായി നടന്നു. 1960 ജസാലാനയിൽ മൗലാന ജലാലുദ്ദീൻ ഷംസ് സാഹിബാണ് നിക്കാഹ് ഖുത്ബ നിർവഹിച്ചത്. അദ്ദേഹത്തിന് 4 ആൺമക്കളും 2 പെൺമക്കളുമുണ്ട്. ഒരു മകൻ എഹ്സാൻ മഹമ്മൂദ് വഖഫെ സിന്ദഗിയും ആയി തഹ്രീക് ജദീദ് ഓഫീസിൽ സേവനം ചെയ്യുന്നു. മൗലാന സാഹിബിന്റെ ആദ്യത്തെ നിയമനം ഗുജറാത്തിലായിരുന്നു. മാത്രമല്ല അദ്ദേഹം മുറബി എന്ന നിലയ്ക്ക് പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1974 മുതൽ 78 വരെ ഘാനയിലായിരുന്നു. ഈ സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹം നിസ്വാർത്ഥ സേവനം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 1982 മുതൽ 83 വരെ മജ്ലിസ് കാർപർദാസ് സെക്രട്ടറി ആയിരുന്നു. പിന്നെ 83 മജാലിസ് കാർപർദാസ് സമിതിയുടെ സദറായി നിയമിതനായി. 83 മുതൽ 98 വരെ നാദർ ഇസ്ലാഹ് ഇർഷാദ് മർക്കസിയ ആയിരുന്നു. അതിനുശേഷം 2011 വരെ നാദർ ഖിദ്മത്തെ ദർവേഷനായിരുന്നു. 2011 മുതൽ 17 വരെ നാദർ റിഷ്ത നാത്തിയായി. രോഗാതുരനായതുകൊണ്ട് 2017 റിട്ടയർഡായി. അദ്ദേഹത്തിന് തബ്ലീഗ് ചെയ്യാനും ജനങ്ങളുമായി സംവദിക്കാനും പ്രഭാഷണം നടത്താനും പ്രത്യേക ചാതുരി ഉണ്ടായിരുന്നു. അദ്ദേഹം വിവിധ സരണിയിൽപ്പെട്ട ആളുകളുമായും പണ്ഡിതന്മാരുമായും സംവദിക്കുകയും അവർക്ക് വളരെ ശക്തവും വൈജ്ഞാനികവുമായ മറുപടി നൽകിയതിൻ്റെയും നിരവധി സംഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നതുപോലെ അദ്ദേഹം നല്ല വാഗ്മിയായിരുന്നു. ശ്രോതാക്കളെ, കേൾവിക്കാരെ തന്നിലേക്ക് ആകർഷിക്കുമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം സേവനം ചെയ്ത മുറബിമാർ എഴുതുന്നു, അദ്ദേഹം ഞങ്ങളെ കൂടെ കൂട്ടി നടക്കുന്ന ആളായിരുന്നു. എല്ലാവരും എഴുതുന്നത് അദ്ദേഹം ഞങ്ങളോട് അങ്ങേയറ്റ വാത്സല്യപൂർവ്വം പെരുമാറിയിരുന്നു എന്നാണ്. സ്വയം തഹജ്ജുദും ഇബാദത്തുകളും അനുഷ്ഠിക്കുകയും ജനങ്ങളെ, പ്രത്യേകിച്ചും മുറബിമാരെ തഹജ്ജുദിനും ഇബാദത്തിനും പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഖിലാഫത്തിനോടുള്ള കൂറിലും അനുസരണത്തിലും അദ്ദേഹത്തിൻ്റെത് അനിതര സാധാരണമായ നിലവാരമായിരുന്നു. ഖിലാഫത്തെ റാബിയയിൽ അല്പസ്വല്പം ചില പരീക്ഷണങ്ങളും അദ്ദേഹത്തിനുണ്ടായി. എന്നാൽ പൂർണ്ണമായ അനുസരണത്തോടെ ഈ ഘട്ടവും അദ്ദേഹം തരണം ചെയ്തു. കീഴുദ്യോഗസ്ഥനായും സേവനം ചെയ്തു. മാത്രമല്ല, അതിൽ ആരോ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ നേരത്തെ നാസിർ ആയിരുന്നു, ഇപ്പോൾ താങ്കൾ നാസിർ എന്നതിന് പകരം ഒരു നാസിറിന്റെ കീഴിൽ ജോലി ചെയ്യുകയാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതേപ്പറ്റി എനിക്ക് മുറബിമാരും അദ്ദേഹത്തിന്റെ മകളും എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ആരെ എവിടെയാണ് ആവശ്യമെന്ന് കാലത്തിന്റെ ഖലീഫയെക്കാൾ നന്നായി ആർക്കറിയാം? ഞാൻ വഖഫ് ചെയ്തതാണ്. എന്നോട് ചൂലെടുത്ത് അടിച്ചു വരാൻ പറഞ്ഞാൽ കാലത്തിന്റെ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം ഞാൻ അതാണ് ചെയ്യുക. തുടർന്ന് അള്ളാഹു സാഹചര്യങ്ങൾ നന്നാക്കി. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ കൂറിന്റെയും അനുസരണത്തിന്റെയും മാതൃകയെ പറ്റി എനിക്കും അറിയാം.
പിന്നെ അദ്ദേഹം വീണ്ടും സദർ അഞ്ജുമൻ അഹമ്മദിയ മെമ്പറുമായി നാസറുമായി. അദ്ദേഹം ഉണ്ടായിരുന്നിടത്തെല്ലാം അമീറുമായുള്ള സമ്പൂർണ്ണ സഹകരണത്തിന്റെയും അനുസരണത്തിന്റെയും മാതൃകയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് കരുണയോടെയും പൊറുമയോടെയും വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ നന്മകൾ നിലനിർത്താൻ അദ്ദേഹത്തിന്റെ മക്കൾക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന് ചില വൈജ്ഞാനിക സേവനങ്ങളുമുണ്ട്. പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. കലിമ തയ്യിബയുടെ മഹത്വവും സ്ഥാപനവും, അഹമ്മദിയുടെ വ്യക്തിത്വം, അള്ളാഹു ഹദരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശുദ്ധ ഖുർആൻ, കാബ തുടങ്ങിയ അഹമ്മദിയ സാഹിത്യത്തിലെ കാബ, അഹമ്മദിയ മതത്തിലെ ജനസംഖ്യ, ശരീഅത്ത് നിയമം നടപ്പാക്കുന്നതിലെ പരാജയത്തിലുള്ള കാരണങ്ങൾ, പ്രവാചകനിലെ ശിക്ഷ എന്നിവയാണ് അദ്ദേഹത്തിന്റെ രചനകൾ. ഇതെല്ലാം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാകുന്നു. വൈജ്ഞാനിക രംഗത്തും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തോട് കരുണയോടെ പെരുമാറുകയും പൊറുമയോടെയും വർത്തിക്കുമാറാകട്ടെ. അടുത്ത ജനാസ മൗലാന മുഹമ്മദ് ഉമർ സാഹിബിൻ്റെതാണ്. അദ്ദേഹം ഇസ്ലാഷാദ് മർക്കസിയിൽ മുൻ നാസിറായിരുന്നു. പി കെ ഇബ്രാഹിം സാഹിബിന്റെ മകനാണ്. ജനുവരി 21 87 വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരേതൻ കേരളത്തിൽ നിന്നുള്ള ആളാകുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ജമാഅത്തിന്റെ കഠിന എതിരാളികളുടെയും ശത്രുക്കളുടെയും കൂട്ടത്തിലായിരുന്നു. മൗലാന സാഹിബിന്റെ ജനനത്തിനും 10 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവ് കച്ചവടത്തിനു വേണ്ടി ബോംബെയിൽ പോയിരുന്നു. അക്കാലത്ത് നിരവധി അഹമ്മദികൾ ബോംബെയിൽ കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു. ബോംബെയിൽ മലബാറിലെ ചില അഹമ്മദികളുമായി അദ്ദേഹത്തിന് കൂടിക്കാഴ്ചയ്ക്ക് അവസരം കിട്ടി. അഹമ്മദിയ വിശ്വാസങ്ങളെപ്പറ്റി സംസാരമുണ്ടായി. 1924 ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ബോംബെയിൽ പോയപ്പോൾ ഉസൂറിന്റെ പരിശുദ്ധ കരങ്ങളിൽ ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിക്കാൻ അദ്ദേഹത്തിന് സൗഭാഗ്യം ലഭിച്ചു. പിന്നീട് അദ്ദേഹത്തിന് ഖാദിയാൻ സന്ദർശിക്കാൻ അവസരം ലഭിച്ചുകൊണ്ടിരുന്നു. മൗലാന ഉമർ സാഹിബ് 1954 ഖാദിയാനിൽ എത്തി. അപ്പോൾ വിഭജനത്തിന് ശേഷം മദ്രസ അഹമ്മദിയ വീണ്ടും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 1955 മദ്രസയിൽ പ്രവേശിച്ചു. 1961 മദ്രസ അഹമ്മദിയയും പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മൗലവി ഫാദിൽ പരീക്ഷയും പാസ്സായതിനു ശേഷം 1 വർഷം മദ്രസയിൽ അധ്യാപനവും നടത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഹദരത്ത് മസീമദ് അലി ഇസ്ലാമിന്റെ സഹാബി ഹദരത്ത് ഭായി അബ്ദുറഹ്മാൻ സാഹിബ് ഖാദിയാനിയുടെ ആഗ്രഹപ്രകാരം പരേതൻ ഏറെക്കുറെ 1 വർഷം വരെ എല്ലാ ദിവസവും രാവിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി വിശുദ്ധ ഖുർആൻ ഓതിക്കൽപ്പിക്കാൻ തൗഫീക്ക് ലഭിച്ചിരുന്നു. 1962 മുതൽ തബ്ലീഗ് രംഗത്ത് സേവനങ്ങൾ ആരംഭിച്ചു. ഇന്ത്യയിലെ വലിയ നഗരങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ വിജയ ശ്രീലാളിതനായ മുബല്ലിഗ് എന്ന നിലയിൽ സേവനം ചെയ്തിരുന്നു. തബ്ലീഗ് യോഗങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഉണ്ടാകുമായിരുന്നു. യാത്രീയ സംവാദത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല പ്രത്യേക നിർദ്ദേശാനുസരണം കോയമ്പത്തൂരിൽ 9 ദിവസം നീണ്ടുനിന്ന ചരിത്ര പ്രസിദ്ധമായ സംവാദത്തിൽ പ്രത്യേക കേന്ദ്ര പ്രതിനിധികളായി മൗലാന ദോസോ അഹമ്മദ് ഷാഹിദ് സാഹിബും ഹാഫിസ് മുസഫർ അഹമ്മദ് സാഹിബും പോയിരുന്നു. അവരോടൊപ്പം ചേർന്ന് ഇദ്ദേഹവും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി ഒരിക്കൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ചില ജമാഅത്തുകളിൽ ഒരു വ്യക്തി തന്നെ എല്ലാ ഭാരവും ചുമക്കാറുണ്ട്. തർജ്ജമ ചെയ്ത് പിന്നെ ധാരാളമായി അത് പ്രചരിപ്പിക്കുന്നു. അതായത് ഖുത്ബകൾ തർജ്ജമ ചെയ്ത് ഉടൻ തന്നെ അയക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പിന്നീട് അവരുടെ നിലവാരവും ഉയർന്നതായി തീരുന്നു. കാരണം അവർക്ക് ഉടൻ തന്നെ കാലത്തിന്റെ ഖലീഫയുടെ ഖുത്ബ കിട്ടുന്നു. അവരുടെ ജമാഅത്തിന് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാകുന്നു. സൗത്ത് ഇന്ത്യയിൽ ഉറുദു അറിയാത്ത നമ്മുടെ ജമാഅത്തുകൾ ഉണ്ട്. നമ്മുടെ മൗലവി ഉമർ സാഹിബ് മുബല്ലി സിൽസില, അദ്ദേഹത്തിന് അള്ളാഹു ഇക്കാര്യത്തിൽ ഒരു ഉന്മാദം നൽകിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് കാതിൽ ശബ്ദം എത്തുമ്പോഴേക്കും മറുഭാഗത്ത് ഉടൻ തന്നെ തർജ്ജമ ചെയ്ത് എല്ലാ ജമാഅത്തുകളിലേക്കും എത്തിക്കുകയും ചെയ്യുന്നു. വളരെ അധ്വാനപൂർവമാണ് ഈ ജോലി ചെയ്തിരുന്നത്. ഏകദേശം 1 വർഷത്തോളം ഫലസ്തീനിലും സേവനം ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ, ഹദരത്ത് മസീമദ് അലി ഇസ്ലാമിന്റെ നിരവധി പുസ്തകങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ എന്നിവ മലയാളം, തമിഴ് ഭാഷകളിൽ തർജ്ജമ ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. 2007 ഞാൻ അദ്ദേഹത്തെ നാസർ ഇസ്ലാം ഇർഷാദ് മർക്കസിയായി നിയമിച്ചു. പിന്നെ അഡീഷണൽ നാസർ ഇസ്ലാം ഇർഷാദ് തലീമുൽ ഖുർആൻ വഖഫെ ആർസി ആയിരുന്നു. തുടർന്ന് നായിബ് നാസർ അലിയായി
സേവനം ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ഈ സേവനങ്ങൾ അനുഷ്ഠിച്ചു. മദ്രസ അഹമ്മദിയിൽ നിന്ന് പാസ്സായതിനു ശേഷം മർഹൂമിന് മൊത്തത്തിൽ 53 വർഷം ജമാഅത്തി സേവനത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംതൃപ്ത കുടുംബത്തിൽ 4 പെൺമക്കളും മരുമക്കളും ദൗഹിത്രന്മാരും ദൗഹിത്രികളും പ്രദൗഹിത്രികളും ഉണ്ട്. ജമാഅത്തി സേവനത്തിൽ ഒരു ഉന്മാദം തന്നെയായിരുന്നു. ഫാമിലിയോടൊപ്പം വ്യക്തിപരമായ യാത്രയിലാണെങ്കിലും യാത്രയിലും ജമാഅത്തി സേവനത്തിൽ പ്രത്യേകമായും തർജ്ജമയിലും മറ്റും കർമ്മനിരതനായിരുന്നു. ശ്രീലങ്ക നാഷണൽ സദർ സാഹിബ് എഴുതുന്നു, ശ്രീലങ്കൻ അഹമ്മദിയ ജമാഅത്തിന്റെ ചരിത്രത്തിൽ 1978 ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ പരിശുദ്ധ നേതൃത്വത്തിൽ മൗലാന സാഹിബ് ആദ്യമായി കേന്ദ്ര മുബല്ലിഗ് എന്ന നിലയ്ക്ക് വന്നത് എന്നും തങ്കലിപികളിൽ സുരക്ഷിതമായിരിക്കും. പിന്നീട് സാധാരണമായ നിലയിൽ ജമാഅത്തിനുള്ളിൽ പുതിയ ആത്മീയ ആവേശത്തോടൊപ്പം പരിശുദ്ധ മാറ്റങ്ങളും കണ്ടു തുടങ്ങി. മൗലാന സാഹിബിന്റെ വളരെ വിലപ്പെട്ട സേവനങ്ങളുണ്ട്. 1994 കൊളംബോയിൽ രാംകൃഷ്ണയുടെ വലിയ ഹാളിൽ മൗലാന സാഹിബ് സമാധാനം ഏകത എന്ന വിഷയത്തെ അധികരിച്ച് നല്ലൊരു പ്രഭാഷണം നടത്തി. അത് കേൾക്കാൻ 400-ൽ അധികം ആളുകൾ വന്നിരുന്നു. പ്രത്യേകിച്ചും രാമകൃഷ്ണ മിഷന്റെ ദേശീയ പ്രസിഡന്റ്, രാജ്യത്തിലെ ഹിന്ദു കൾച്ചറൽ മന്ത്രി ഓണറബിൾ ദേവരാജ് എന്നിവർ മൗലാന സാഹിബിന്റെ പ്രസംഗം കേട്ട് ഏറെ പ്രഭാവിതരായി. വളരെയധികം ശ്ലാഘിക്കുകയുണ്ടായി. ആ പ്രസംഗത്തിൽ മൗലാന സാഹിബ് ഗീതയെ ഉദ്ധരിച്ചുകൊണ്ട് ശ്ലോകങ്ങൾ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സത്യസാക്ഷ്യം സ്ഥാപിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം ഇന്നും ജനങ്ങൾക്കിടയിൽ ഏറെ സ്വീകൃതയോഗ്യമാണ്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ 4 ഗ്രന്ഥങ്ങൾ തമിഴ് ഭാഷയിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. വിവിധ വിഷയങ്ങളിൽ 7 ഗ്രന്ഥങ്ങൾ തമിഴൻ ഭാഷയിൽ ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സമാധാന വഴി മാസിക ആരംഭിച്ച് ഒരു നീണ്ട കാലം ജമാഅത്തിന് അവിടെ നിന്ന് ഇതര സംസ്ഥാനങ്ങളിലും അയച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഓർമ്മയോടെയും കരുണയോടെയും അള്ളാഹു വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സന്തതികൾക്കും ജമാഅത്തുമായി പൂർണ്ണമായ തോതിൽ ബന്ധം നിലനിർത്താൻ സൗഭാഗ്യം നൽകുകയും ചെയ്യുമാറാകട്ടെ. അടുത്ത ജനാസ ഹബീബ് അഹമ്മദ് സാഹിബ് മുബല്ലി സിൽസിലയുടേതാകുന്നു. ഇദ്ദേഹം റബുവ ഫാക്ടറി ഏരിയയിലെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ മകനാണ്. ഡിസംബർ 25-ന് ഇസ്ലാമാബാദിൽ ഹൃദയസ്തംഭനം മൂലം 64-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1979-ൽ ജാമിയ അഹമ്മദിയ പാസായി. അദ്ദേഹത്തിന് പാകിസ്ഥാനിലെ വിവിധ ജമാഅത്തുകളിൽ സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചിട്ടുണ്ട്. 1989 മുതൽ 2003 വരെ നൈജീരിയയിൽ സേവനം ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ 1998 മുതൽ 2000 വരെ നൈജീരിയയിൽ അമീറും മിഷണറി ഇൻചാർജുമായിരുന്നു. വളരെ വിനയത്തോടെയും താഴ്മയോടെയും സേവന നിരതനായിരുന്നു. ഓഫീസ് ജോലികൾക്ക് പുറമെ പ്രദേശത്തെ തർബീയത്തി കാര്യങ്ങളിലും വളരെ നല്ല നിലയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. സംതൃപ്ത കുടുംബത്തിൽ ഭാര്യയ്ക്കു പുറമെ 3 ആൺമക്കളും 2 പെൺമക്കളുമുണ്ട്. അള്ളാഹു അദ്ദേഹത്തോട് പൊറമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും കൂറോടുകൂടി ജമാഅത്തുമായി ബന്ധം നിലനിർത്താൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അടുത്ത ജനാസ ബദറുസ്സമാൻ സാഹിബിന്റെ ഇതാകുന്നു. അദ്ദേഹം കുറച്ചു കാലമായി UK വക്കാലത്ത് മാലിൽ ജീവനക്കാരനായിരുന്നു. ജനുവരി 3-ന് വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വളരെയേറെ ആത്മാർത്ഥതയുള്ള അധ്വാനശീലനായ ജീവനക്കാരനായിരുന്നു. 1944-ൽ അമൃത്സറിലാണ് ജനിച്ചത്. ജന്മന അഹമ്മദിയായിരുന്നു. ഗവൺമെന്റ് സർവീസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഖുദാമുൽ അഹമ്മദിയ ക്വയട്ട ജില്ലാ കായിദായും തുടർന്ന് ബലൂചിസ്ഥാൻ നാസിം അൻസാറതയായും നിയമിക്കപ്പെട്ടു. സേവനം ചെയ്യാൻ 1986-ൽ അദ്ദേഹത്തെ ഒരു ജമാഅത്തി കേസിലും ഉൾപ്പെടുത്തി. അങ്ങനെ ദൈവമാർഗത്തിൽ തടങ്കലിലായി. 1995 മുതൽ 99 വരെ റബുവ വക്കാലത്ത് മാൽ അവലിൽ സേവനം ചെയ്തിരുന്നു. ഇവിടെ ലണ്ടനിൽ വന്നപ്പോൾ റക്കീം ബസ്സിലും പിന്നെ 17 വർഷം അഡീഷണൽ വക്കാലത്ത് മാൽ ലണ്ടൻ ഓഫീസിലും സേവനം ചെയ്തിട്ടുണ്ട്.
അള്ളാഹു അദ്ദേഹത്തോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. അടുത്ത ജനാസ മൻസൂർ അഹമ്മദ് തഹസീൻ സാഹിബിൻ്റെതാകുന്നു. ഇദ്ദേഹം മുബല്ലി സിൽസില മൗലവി മുഹമ്മദ് നയീം സാഹിബിന്റെ മകനാകുന്നു. റബുവിലെ ഉമൂറാമ ഓഫീസിലെ എഹ്തിസാബ് സെക്ഷനിൽ ജീവനക്കാരനായിരുന്നു. ഡിസംബർ 30 70-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ഏകദേശം 25 വർഷം ജമാഅത്തി ജീവനക്കാരനായി ജമാഅത്തി സേവനത്തിൽ വിവിധ ഓഫീസുകളിൽ സേവനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വളരെയേറെ ഇടപഴകുന്ന, ദീനി ബോധമുള്ള, വാത്സല്യമുള്ള വ്യക്തിത്വമായിരുന്നു. ഖിലാഫത്തിനോട് അങ്ങേയറ്റം സ്നേഹമായിരുന്നു. മറ്റുള്ളവരെയും അക്കാര്യത്തിൽ ഉപദേശിക്കുമായിരുന്നു. സഹനവും സഹിഷ്ണുതയും മുഖേന പ്രശ്നങ്ങൾ പരിഹരിക്കുമായിരുന്നു. പൊതുവിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു. ചിലപ്പോൾ ഇരുകക്ഷികളും കോപാകുലരായി ദേഷ്യപ്പെട്ട് ഓഫീസിൽ എത്തുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സ്നേഹവാത്സല്യത്തിൽ അവരുടെ ആവേശവും ദേഷ്യവും നിയന്ത്രണ വിധേയമാകുമായിരുന്നു. പ്രശ്നങ്ങൾ അദ്ദേഹം തീർപ്പാക്കിയിരുന്നു. ജമാഅത്തി സേവനത്തിൽ എത്രമാത്രം ആവേശമുണ്ടായിരുന്നുവെന്നാൽ, ഭാര്യ എഴുതുന്നു, അദ്ദേഹത്തിന്റെ മകൾ ഫാരിയ മൻസൂറിന്റെ വലീമ പാർട്ടിക്കുള്ള ദിവസം രാവിലെ തയ്യാറായി ഓഫീസിലേക്ക് അദ്ദേഹം പുറപ്പെട്ടു. ഭാര്യ ചോദിച്ചു, വിവാഹ വീടല്ലേ, ഇന്ന് അവധിയാക്കിക്കൂടെ? അദ്ദേഹം മറുപടിയായി പറഞ്ഞു, ഭക്ഷണത്തിലുള്ള സമയം 2 മണിക്കാണല്ലോ. സമയം കളയേണ്ട കാര്യം എന്താണ്? ഞാൻ ഓഫീസിൽ പോവുകയാണ്, സമയത്തിന് എത്താം. മേലുദ്യോഗസ്ഥരുമായി ആദരവോടെ പെരുമാറിയിരുന്നു. എന്തെങ്കിലും കാരണത്താൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ എല്ലാവരോടും മര്യാദകൾ പാലിച്ചുകൊണ്ട് തന്നെ തന്റെ അഭിപ്രായം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ റഖ്സന്ദ സാഹിബിയും 2 ആൺമക്കളും പെൺമക്കളുമുണ്ട്. അള്ളാഹു അദ്ദേഹത്തോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. എനിക്ക് അദ്ദേഹത്തെ കുട്ടിക്കാലം മുതൽ തന്നെ അറിയാം. എന്റെ കൂടെ പഠിച്ചിരുന്ന അദ്ദേഹത്തിൽ വളരെ നല്ല മാന്യമായ പെരുമാറ്റം എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. തമാശകൾ പറയുന്ന പ്രകൃതമായിരുന്നു. ഒരിക്കലും ദേഷ്യപ്പെടുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്യുമായിരുന്നില്ല. അത് അവസാനം വരെയും തുടർന്നു പോന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാനും നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയുമായിരുന്നു. അടുത്ത ജനാസ തൻസാനിയയിലെ ഈദി ഇബ്രാഹിം മാവങ്ക സാഹിബിൻ്റെതാണ്. ഡിസംബർ 9 73-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മെഡിക്കൽ വിഭാഗത്തിൽ ഉഗാണ്ടയിലെ മക്കരീറ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈസ്റ്റ് ആഫ്രിക്കയിലെ ആദ്യത്തെ തദ്ദേശ ഡോക്ടറായി എന്ന ബഹുമതിക്ക് അർഹനാണ്. ഡോക്ടർ സാഹിബിന് യുവത്വ കാലത്ത് തന്നെ ബയ്യത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം ലഭിച്ചു. സ്കൂൾ കാലത്ത് മതപരമായ കർമ്മങ്ങളിലും പരിപാടികളിലും ഭാഗഭാക്കാകുമായിരുന്നു. അഹമ്മദി ജമാഅത്തിനെ പറ്റി നിരന്തരം ആക്ഷേപങ്ങൾ കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ജമാഅത്തിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടായി. അക്കാലത്താണ് അദ്ദേഹം മുബല്ലി സിൽസില ഷേഖ് അബൂ താലിബ് സാന്തി സാഹിബിനെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹം കുടുംബക്കാരനുമായിരുന്നു. അവരുമായി ആക്ഷേപങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ ഷേഖ് സാഹിബ് ഈ കൽപ്പിത ആരോപണങ്ങൾക്ക് മറുപടി നൽകുക മാത്രമല്ല, അദ്ദേഹത്തിന് അഹമ്മദി ജമാഅത്ത് പ്രസിദ്ധീകരിച്ച സ്വാഹിലി തർജമത്തുൽ ഖുർആനും മറ്റും ഗ്രന്ഥങ്ങളും സമ്മാനമായി കൊടുത്തു. പ്രസ്തുത പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം ഡോക്ടർ സാഹിബ് ബയ്യത്ത് ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം അവസാന ശ്വാസം വരെയും തന്റെ ബയ്യത്തിൽ ശബ്ദം നിറവേറ്റി. അള്ളാഹു എല്ലാ സമയത്തും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇസ്ലാം മുഹമ്മദീയത്തിന്റെ സന്ദേശം എത്തിക്കുന്നതിൽ വ്യാപൃതരായിരിക്കുന്ന ആളുകൾക്കും തബ്ലീഗ് കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ അറിവിന് പ്രത്യേക ആവേശമായിരുന്നു. അത് കാരണം അദ്ദേഹം അഹമ്മദികൾക്കും അനഹമ്മദികൾക്കും ഇടയിൽ അറിയപ്പെട്ടിരുന്നു. എപ്പോഴും തന്റെ ഓഫീസ് ബാഗിൽ ജമാഅത്തി ഗ്രന്ഥങ്ങളും മാസികകളും വെച്ച് മാർക്കറ്റിൽ പോയി വിറ്റിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, താങ്കൾ ഡോക്ടറല്ലേ, ഇവിടെ എന്തിനാണ് പുസ്തകങ്ങൾ വിൽക്കുന്നത്? അദ്ദേഹം വളരെ നല്ല മറുപടിയാണ് നൽകിയത്. പറഞ്ഞു, ഞാൻ ആശുപത്രിയിലാകുമ്പോൾ
ശരീരത്തെ ചികിത്സിക്കുന്നു, ഇപ്പോൾ ആത്മാവിനെയാണ് ചികിത്സിക്കുന്നത്. ഇവ രണ്ടിനെയും വെവ്വേറെ ആക്കാനോ ഏതെങ്കിലും ഒന്നിനെ അവഗണിക്കാനോ പാടില്ല. ഖിലാഫത്തിനോട് നിശ്ചയമായ സ്നേഹവും വിശ്വാസവും ഉണ്ടായിരുന്നു. മക്കളെയും ഇസ്ലാമിക രീതിയിൽ തന്നെ വളർത്തി. അവരുടെ വിദ്യാഭ്യാസത്തിലും ശിക്ഷണത്തിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. മാത്രമല്ല, വീട്ടിൽ മക്കളുമൊത്ത് ജമാഅത്തായ നമസ്കാരത്തിന് ശേഷം നമസ്കാരവും ഏർപ്പാട് ചെയ്തിരുന്നു. വീട്ടിൽ ഒരു ലൈബ്രറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ മറ്റു വിഷയങ്ങളെ സംബന്ധിച്ച ഗ്രന്ഥങ്ങൾക്കൊടൊപ്പം ജമാഅത്തി ഗ്രന്ഥങ്ങളും വെച്ചിട്ടുണ്ട്. തന്റെ മക്കളെ അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിൽ നിലനിർത്തുന്നതിനു വേണ്ടി സ്വയം ദുആ ചെയ്യുകയും മറ്റുള്ളവർക്ക് ദുആക്ക് വേണ്ടി സന്ദേശം അയക്കുകയും ചെയ്തിരുന്നു. അവരുടെ എല്ലാ മക്കളും ജമാഅത്ത് സംവിധാനവുമായി ചേർന്നിരിക്കുന്നവരും പിതാവിന്റെ നല്ല സ്വഭാവങ്ങൾ ഉള്ളവരുമാകട്ടെ. അള്ളാഹു അവരെ എപ്പോഴും അങ്ങനെ തന്നെ ബന്ധപ്പെടുത്തി നിലനിർത്തുമാറാകട്ടെ. അവർ പിതാവിന്റെ ദുആകളെയും ആഗ്രഹങ്ങളെയും പൂർത്തിയാക്കുന്നവരാകുമാറാകട്ടെ. അള്ളാഹു ഡോക്ടർ സാഹിബിനോട് ഓർമ്മയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. പദവികൾ ഉയർത്തുമാറാകട്ടെ. അടുത്ത അനുസ്മരണം സുഹറ ബേഗം സാഹിബയുടേതാണ്. ഇവർ ഖാദിയാനിലെ ദർവേഷ് ദീൻ മുഹമ്മദ് സാഹിബ് അങ്കലിയുടെ ഭാര്യയാകുന്നു. ജനുവരി 6-ന് 85-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹദരത്ത് മസീമോദ് അലി ഇസ്ലാത്തു ഇസ്ലാമിന്റെ സഹാബി ഹദരത്ത് ഹക്കീം മുഹമ്മദ് റംലാൻ സാഹിബിന്റെ മകളാകുന്നു. നമസ്കാരം, നോമ്പ് എന്നിവയിൽ കൃത്യനിഷ്ഠയുള്ള തഹജ്ജുദ് കൃത്യമായി അനുഷ്ഠിക്കുന്ന അതിസൽക്കാര പ്രിയയായ സഹനശീലവും അധ്വാനശീലവും സഹതാപവും അടക്കം നിരവധി നന്മകളുള്ള ഒരു നല്ല മഹിളയായിരുന്നു. ഖിലാഫത്തിനോട് അനുദിന സാധാരണമായ സ്നേഹമായിരുന്നു. വർഷങ്ങളോളം ലജ്ന ഇമാലയിൽ ഖിദ്മത്ത് ഹൽക്ക് സെക്രട്ടറി ആയിരുന്നു. മർഹൂമ മൂസിയായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ 2 ആൺമക്കളും 2 പെൺമക്കളുമുണ്ട്. ഒരു മകൻ ബഷീറുദ്ദീൻ സാഹിബിന് 4 വർഷത്തോളം അവരെ സേവിക്കാൻ അവസരം ലഭിച്ചു. രണ്ടാമത്തെ മകൻ മുനീറുദ്ദീൻ ഇപ്പോൾ ഖാദിയാൻ നിസാരത്ത് തമീറാത്തിൽ സേവനം ചെയ്യുന്നു. അള്ളാഹു പരതയോട് ഓർമ്മയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. അവരുടെ മക്കൾക്കും അവരുടെ നന്മകളിൽ ചരിക്കാൻ സൗഭാഗ്യം നൽകുമാറാകട്ടെ. അടുത്ത അനുസ്മരണം ചൗധരി കറാമത്തുള്ള സാഹിബിൻ്റെതാണ്. ഇദ്ദേഹം നവംബർ 26-ന് 95-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം ഹദരത്ത് മസീമോദ് അലി ഇസ്ലാമിന്റെ സഹാബി ഹദരത്ത് ചൗധരി ഷാദീൻ സാഹിബ് ഓഫ് ഗട്ടിയറിയന്റെ പൗത്രനാകുന്നു. അദ്ദേഹത്തിന് ഹദരത്ത് മസീമോദ് അലി സ്വലാത്തു വസ്സലാം സിയാൽകോട്ടിൽ പോയപ്പോൾ ബയ്യത്ത് ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പരിശുദ്ധ മനസ്കരും നിർലോഭം സേവനം ചെയ്യുന്ന ആളും സാധു സംരക്ഷകനും ആവശ്യക്കാർക്ക് പരിഗണന കൊടുക്കുന്ന ആളും എല്ലാ അവസ്ഥയിലെയും അല്ലാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുന്ന വ്യക്തികളും ആത്മാർത്ഥതയുള്ള മനുഷ്യനും വ്യത്യസ്തരാകുന്നു. അദ്ദേഹത്തിന്റെ മകൻ സുഹേൽ സാഹിബ് എഴുതുന്നു, അദ്ദേഹത്തിൽ അതിഥി സൽക്കാര താല്പര്യം പ്രകടമായിരുന്നു. അത് പ്രത്യേകമായും വെളിപ്പെടുക വാഖഫിനെ സിന്ദഗി ജമാഅത്ത് പരിണത്തിന്റെ ഭാഗമായി സിന്ധിൽ വരുമ്പോഴാണ്. ഇദ്ദേഹം ഫുർഖാൻ ഫോഴ്സിലും സേവനത്തിന് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. 1983 മുതൽ 2018 വരെ അൽഫദൽ ഇന്റർനാഷണലിന്റെ ഓഫീസിൽ വളണ്ടിയറായി സേവനം ചെയ്തിരുന്നു. തന്റെ വീട് നേരത്തെ തന്നെ ജമാഅത്തി പരിപാടികൾക്ക് വേണ്ടി സമർപ്പിച്ചിരുന്നു. ഇപ്പോഴുള്ള ഈ വീട്ടിലും ഒരു ഭാഗം നമസ്കാര സെന്ററാക്കി നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പെൺമക്കളും മകനും ജമാഅത്തി സേവനത്തിൽ കർമ്മനിരതരാണ്. അദ്ദേഹത്തിന്റെ ദൗഹിത്രന്മാരിൽ ഒരാൾ ഫർഹാദ് അഹമ്മദ് മുറബി ആകുന്നു. ഇവിടെ UK-യിൽ പ്രസ് ആൻഡ് മീഡിയയിലാണ്. അള്ളാഹു അദ്ദേഹത്തോട് ഓർമ്മയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും തലമുറയ്ക്കും അദ്ദേഹത്തിന്റെ നന്മകൾ തുടർന്നു കൊണ്ടുപോകാൻ സൗഭാഗ്യം നൽകുമാറാകട്ടെ. അടുത്ത ജനാസ ചൗധരി മുനവർ അഹമ്മദ് ഖാലി സാഹിബിൻ്റെതാണ്, ജർമ്മനി.
ആഗസ്റ്റ് 20 85 വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂമിന് ജമാഅത്തി സംവിധാനവുമായി നല്ല ബന്ധമായിരുന്നു. ജമാഅത്തി തർബിയത്തി പരിപാടികൾ നിറസാന്നിധ്യമായിരുന്നു. ജർമ്മനിയിൽ വിവിധ സന്ദർഭങ്ങളിൽ സദർ, ജനറൽ സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങളിൽ സേവനം ചെയ്തിട്ടുണ്ട്. അൻസാറുള്ളയിലും വിവിധ സ്ഥാനങ്ങളിൽ സേവനത്തിൽ അവസരം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ തരീഖ് ജദീദ് ഭൂമിയുടെ മാനേജർ എന്ന നിലയ്ക്ക് സേവനത്തിന് സന്ദർഭം ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന് ഖിലാഫത്തുമായി ആഴത്തിൽ ആത്മാർത്ഥമുള്ള ബന്ധമായിരുന്നു. മർഹൂം മൂസിയായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ 5 ആൺമക്കളും 6 പെൺമക്കളുമുണ്ട്. അടുത്ത അനുസ്മരണം നസീറ ബേഗം സാഹിബയുടേതാണ്. ഇവർ ബംഗ്ലാദേശിലെ റിട്ടയർഡ് മുറബി സിൽസില അഹമ്മദ് സാദിഖ് താഹിർ മുഹമ്മദ് സാഹിബിന്റെ ഭാര്യയാണ്. ഡിസംബർ 27 28 മധ്യേ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരേത മുൻ നാഷണൽ അമീർ മൗലവി മുഹമ്മദ് സാഹിബിന്റെ മകളാകുന്നു. ഇവർ നമസ്കാരം, നോമ്പ്, കാര്യങ്ങളിൽ ക്രിസ്തുനിഷ്ഠുള്ളവരുടെ ദുആ, അതിഥി സൽക്കാര പ്രിയയായ, സഹനവും കൃതജ്ഞതയുമുള്ള ഒരു നല്ല മഹിളയായിരുന്നു അവർ. റംസാനിൽ കൃത്യമായി വിശുദ്ധ ഖുർആൻ ഓതി പൂർത്തിയാക്കുമായിരുന്നു. ഇതുകൂടാതെ നിരവധി നന്മകളും സൽസ്വഭാവങ്ങളും ഉള്ളവർ ആയിരുന്നു. അള്ളാഹു അവരോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. അടുത്ത അനുസ്മരണം റഫീഉദ്ദീൻ സാഹിബ് ഭട്ടിന്റേതാണ്. ഇദ്ദേഹം ഡിസംബർ 6 92 വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹം ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ സഹാബി ഖൈറുദ്ദീൻ സാഹിബിന്റെ മകനാകുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ യുവത്വത്തിൽ തന്നെ ഈ വസീയത്ത് പദ്ധതിയിൽ ഭാഗവാക്കാകാൻ സൗഭാഗ്യം ലഭിച്ചിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ ജമാഅത്തി സേവനത്തിന് അവസരം കിട്ടിയിട്ടുണ്ട്. നാരോവാൾ ജില്ലയിൽ മധു മൽഹി ജമാഅത്തിന്റെ സദർ, വാക്കേൻഡ് ഏരിയ അമീറുമായിരുന്നു. ഹൽക്കാമീറും വാക്കേൻഡ് ജമാഅത്ത് സദറും ആയിരുന്നു. ദൈവമാർഗത്തിലെ തടവുകാരനാകാനും സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. സന്തപ്ത കുടുംബത്തിൽ 4 പെൺമക്കളും ഒരു മകനുമുണ്ട്. ഒരു ജാമാതാവ് നസീം മുഹമ്മദ് സാഹിബ് നൈജീരിയയിൽ മുബല്ലിഗായി സേവനം ചെയ്തു വരുന്നു. അള്ളാഹു പരേതനോട് പൊറുമയോടെയും കാരുണ്യത്തോടെയും വർത്തിക്കുമാറാകട്ടെ. ഈ എല്ലാ പരേതാത്മാക്കളുടെയും പദവികൾ ഉയർത്തുകയും തന്റെ പ്രിയപ്പെട്ടവർക്കിടയിൽ ഇടം നൽകുകയും ചെയ്യുമാറാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമസ്കാരത്തിന് ശേഷം ഇവരുടെ ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم
ولذكر الله أكبر.